ക്ഷേത്രത്തിൽ സ്ത്രീകളുടെ ക്ലോക്ക് റൂമിൽ ഒളിക്യാമറ കണ്ടെത്തിയ സംഭവത്തിന് പിന്നാലെ പൂജാരി ഒളിവിൽ. യുപിയിലെ ഗാസിയാബാദിലുള്ള ഛോട്ടാ ഹരിദ്വാർ എന്ന അറിയപ്പെടുന്ന ഗംഗാനഗറിലെ ക്ഷേത്രത്തിലാണ് സംഭവം. ക്ഷേത്രത്തിലെ പൂജാരി മുകേഷ് ഗോസ്വാമിക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. മുറിയിൽ സ്ഥാപിച്ച CCTV മുകേഷിന്റെ മൊബൈൽ ഫോണുമായാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. മൊബൈലിൽ ഇയാൾ സ്ത്രീകളുടെ രഹസ്യരംഗങ്ങൾ കാണാറുള്ളതായാണ് പോലീസിന് വിവരം ലഭിച്ചത്. CCTV DVRൽ നിന്ന് കഴിഞ്ഞ 5 ദിവസത്തെ വിവരങ്ങൾ പരിശോധിച്ചതിൽ 75ഓളം സ്ത്രീകൾ വസ്ത്രം മാറുന്ന ദൃശ്യം പതിഞ്ഞതായി വ്യക്തമായിട്ടുണ്ട്. ക്ഷേത്രത്തോട് ചേർന്നുള്ള നദിയിൽ കുളിക്കുന്ന തീർത്ഥാടകർക്ക് വസ്ത്രം മാറാൻ സജ്ജീകരിച്ചതായിരുന്നു ക്ലോക്ക് റൂം. കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിലെത്തിയ ഒരു സ്ത്രീയാണ് മുറിയിൽ ഒളിക്യാമറ ഘടിപ്പിച്ചതായി സംശയം തോന്നി പോലീസിൽ അറിയിച്ചത്. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോൾ CCTV ക്യാമറ കണ്ടെത്തുകയായിരുന്നു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ക്യാമറ പൂജാരിയുടെ മൊബൈലുമായി ബന്ധിപ്പിച്ചതായും നിരവധി സ്ത്രീകൾ വസ്ത്രം മാറുന്ന ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞതായും വ്യക്തമായി. ഇതിനിടെ മുകേഷ് ഗോസ്വാമി ഒളിവിൽ പോയിരുന്നു. ഒളിക്യാമറ വിവരം പുറത്തായതോടെ സംഭവത്തിൽ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. മുകേഷിനെതിരെ ഗാസിയാബാദ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രതിയെ കണ്ടെത്താനായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണിപ്പോൾ എന്ന് പോലീസ് പറഞ്ഞു. വസ്ത്രം മാറുന്നതിനിടെ യുവതിയും മകളും ക്യാമറ കണ്ടതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. കനാലിൽ മുങ്ങിക്കുളിച്ച ശേഷം ഗംഗാ കനാലിന് സമീപം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൽ ഭക്തർ പ്രാർത്ഥിക്കുകയാണ് പതിവ്. മതപരമായ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന പുരോഹിതനായ മുകേഷ് ഗോസ്വാമിയാണ് വസ്ത്രം മാറുന്ന മുറിയിൽ ക്യാമറകൾ സ്ഥാപിച്ചതെന്ന് പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ വിവേക് ചന്ദ് യാദവ് പറഞ്ഞു. അന്വേഷണത്തിൽ വൈദികന്റെ ഫോണുമായി ബന്ധിപ്പിച്ച ഡിസ്പ്ലേയുള്ള ഒരു CCTV ക്യാമറ സ്ഥാപിച്ചതായി കണ്ടെത്തിയതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. നേരത്തെ 4 കേസുകളുള്ള മുകേഷ് ഗോസ്വാമി ഇപ്പോൾ ഒളിവിലാണെന്നും വിവേക് ചന്ദ് യാദവ് പറഞ്ഞു. FIRനെ തുടർന്ന് പോലീസ് സ്ഥലത്തെ കയ്യേറ്റങ്ങൾ നീക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ക്യാമറ കണ്ടെടുത്ത വസ്ത്രം മാറുന്ന മുറിയും തകർത്തിട്ടുണ്ട്. ആദ്യം വിശദമായ അന്വേഷണം നടത്തുമെന്നും ഉത്തരവാദികൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും പോലീസ് അറിയിച്ചു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ 354 സ്ത്രീയെ ക്രിമിനൽ ആക്രമണം, 354C സ്വകാര്യ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ത്രീകളുടെ ചിത്രം കാണുകയോ പകർത്തുകയോ ചെയ്യുക, സെക്ഷൻ 504 മനഃപൂർവ്വം അപമാനിക്കൽ, സെക്ഷൻ 506 ക്രിമിനൽ ഭീഷണിപ്പെടുത്തൽ എന്നിവ പ്രകാരം പൂജാരിക്കെതിരെ പോലീസ് കേസെടുത്തു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.